ദ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഓൺലൈൻ ലോകവുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? നമ്മൾ ഇന്റർനെറ്റിൽ ചെയ്യുന്ന ഓരോ കാര്യവും, അതായത് ഒരു ക്ലിക്ക്, ഒരു ലൈക്ക്, ഒരു ഷെയർ, എന്തിന് ഒരു സെർച്ച് പോലും, അതൊരു അടയാളം അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടയാളങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഡിജിറ്റൽ കാൽപ്പാടുകൾ അഥവാ ഡിജിറ്റൽ ഫുട്പ്രിന്റ് എന്ന് പറയുന്നത്. അതെ, ഈ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ഡിജിറ്റൽ ഡാറ്റാ ശേഖരം തന്നെയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ, ബ്ലോഗ് പോസ്റ്റുകൾ, നമ്മൾ ഓൺലൈനായി വാങ്ങുന്ന സാധനങ്ങൾ, എന്തിനേറെ നമ്മൾ കയറുന്ന വെബ്സൈറ്റുകൾ, ഉപയോഗിക്കുന്ന ആപ്പുകൾ, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. ഈ ഡിജിറ്റൽ കാൽപ്പാടുകൾ ഇത് വ്യക്തികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു തരുന്ന ഒന്നാണോ, അതോ ഇതിൻ്റെ ഒരു സ്ഥിര സ്വഭാവമുണ്ടല്ലോ, അത് മായ്ക്കാൻ പറ്റില്ല എന്നുള്ളത്, പിന്നെ നമ്മുടെ ഡേറ്റയിലുള്ള നിയന്ത്രണക്കുറവ്, സ്വകാര്യതയെക്കുറിച്ചുള്ള പേടി, ഇതൊക്കെ കാരണം ഇതൊരു വലിയ അപകടസാധ്യതയാണോ? ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എൻ്റെ ഒരു വാദം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ കുറച്ചുകൂടി ബോധപൂർവം ഉപയോഗിച്ചാൽ കിട്ടുന്ന അവസരങ്ങൾ അത് ഈ പറയുന്ന അപകടസാധ്യതകളെക്കാളും വലുതാണ് എന്നതാണ്. എന്നാൽ മറുവശത്ത് നോക്കുമ്പോൾ ഈ ഡിജിറ്റൽ കാൽപ്പാടുകൾ കാരണമുണ്ടാകാൻ സാധ്യതയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ശരിയാണ്, അവസരങ്ങളുണ്ട്, പക്ഷേ സ്വകാര്യത നഷ്ടപ്പെടാനുള്ള സാധ്യത, ഡേറ്റ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ലെന്നവസ്ഥ, പിന്നെ ഇത് കാലങ്ങളോളം നിലനിൽക്കും എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അവസരങ്ങളുണ്ടെങ്കിൽ പോലും ഈ അപകടസാധ്യതകൾ കൂടുതൽ ഗൗരവമുള്ളതാണ്, പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒന്നല്ല എന്നും ഞാൻ പറയും. ശരിയാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഡിജിറ്റൽ കാൽപ്പാടുകൾ നമ്മൾ ശരിയായ രീതിയിലൊന്ന് മാനേജ് ചെയ്താൽ വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരാൻ പറ്റിയ നല്ലൊരു ടൂള് തന്നെയാണ്. നമ്മൾ ഓൺലൈനിൽ വിടുന്ന ഈ ഡാറ്റയുടെ ഒരു വഴിയുണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഓൺലൈൻ ഫോറത്തിൽ സംസാരിക്കുന്നതാകാം, അതുമല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാകാം. ഇതൊക്കെ നമ്മുടെ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ വിസിബിലിറ്റി കൂടുന്നു എന്നതാണ്. ഒരു പോസിറ്റീവായ, ഒരു പ്രൊഫഷണലായ ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ജോലി സംബന്ധമായ അവസരങ്ങൾ കിട്ടാൻ ഒരുപാട് സഹായിക്കും. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മുടെ അറിവും കഴിവും ഒക്കെ ഷെയർ ചെയ്താൽ നമ്മുടെ ഫീൽഡിലുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആകാം, ചിലപ്പോൾ പുതിയ ജോലി ഓഫറുകൾ വരാം. ഇത് റിക്രൂട്ടർമാരുടെ ശ്രദ്ധ കിട്ടാനും പുതിയ കരിയർ ഓപ്പണിംഗ്സ് ഉണ്ടാകാനും സാധ്യത കൂട്ടും. പിന്നെ ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്നില്ലേ, അതിനും ഇത് വലിയൊരു സാധ്യതയാണ്. ഇന്നാണെങ്കിൽ ഒരുപാട് പ്രൊഫഷണൽസ്, സംരംഭകർ, കലാകാരന്മാർ ഒക്കെ അവരുടെ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാനും അവരുടെ വർക്കുകളെക്കുറിച്ച് ലോകത്തെ അറിയിക്കാനും ഒരു ഫോളോവർ ബേസ് ഉണ്ടാക്കാനുമൊക്കെ ഈ ഡിജിറ്റൽ ഫുട്പ്രിന്റ്സ് മനഃപൂർവ്വം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആപ്പുകളും വെബ്സൈറ്റുകളും നമുക്ക് വേണ്ട കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതും ഈ ഫുട്പ്രിന്റ്സ് വെച്ചിട്ടാണ്. അത് നമ്മുടെ ഓൺലൈൻ എക്സ്പീരിയൻസ് കുറച്ചുകൂടി എളുപ്പമാക്കുന്നില്ലേ? ചുരുക്കി പറഞ്ഞാൽ, ഇതിനെ ഒരു ഭാരമായി കാണാതെ കുറച്ച് ഉത്തരവാദിത്വത്തോടെയും തന്ത്രപരമായും ഉപയോഗിച്ചാൽ ഇതൊരു നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ ആ നേട്ടങ്ങളൊക്കെ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കാര്യങ്ങളിലും പേഴ്സണൽ ബ്രാൻഡിങ്ങിലുമൊക്കെയുള്ള സാധ്യതകൾ, അതൊക്കെ ശരിയാണ്, നിലവിലുണ്ട്. പക്ഷേ ഈ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അത്ര ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ഗൗരവമായി കാണാത്ത ചില അപകടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ ഡേറ്റയുടെ മുകളിലുള്ള നമ്മുടെ നിയന്ത്രണമില്ലായ്മയാണ്. അതായത് ലാക്ക് ഓഫ് ഡേറ്റ ഓട്ടോണോമി. നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ശേഖരിക്കുന്ന വിവരങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നതിൽ നമുക്ക് ശരിക്കും ഒരു കൺട്രോളുമില്ല. നമ്മുടെ ഡേറ്റ ആർക്കൊക്കെ കൊടുക്കുന്നു, എന്തിനൊക്കെ വേണ്ടി അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡേറ്റ ബ്രീച്ചൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഇൻഫർമേഷൻ എവിടെയൊക്കെ എത്തുന്നു, ഇതിലൊന്നും നമുക്കൊരു വ്യക്തതയുമില്ല, നിയന്ത്രണവുമില്ല. പലപ്പോഴും നമ്മൾ അഗ്രി എന്ന് കൊടുക്കുന്നത് വായിച്ചു നോക്കാൻ പോലും മെനക്കെടാത്ത വലിയ ടേംസ് ആൻഡ് കണ്ടീഷൻസിനാണല്ലേ. രണ്ടാമത്തെ ഒരു വലിയ പേടി ഇതിന്റെ പെർമനൻസ് ആണ്, അതായത് സ്ഥിരത. ഒരിക്കൽ ഡിജിറ്റൽ ലോകത്തൊരു കാര്യം വന്നാൽ, ഒരു ഫോട്ടോ, ഒരു അഭിപ്രായം, അത് മുഴുവനായിട്ടങ്ങ് മായ്ച്ചു കളയാൻ പറ്റില്ല, മിക്കവാറും അസാധ്യമാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ഡിജിറ്റൽ ടാറ്റു എന്നൊക്കെ പറയുന്നത്. അത് മായാതെ അവിടെ കിടക്കും. ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൗമാരപ്രായത്തിലോ മറ്റോ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ നിരുപദ്രവമെന്ന് കരുതിയോ ഇട്ടൊരു പോസ്റ്റ്, അത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു അഡ്മിഷനോ അപേക്ഷിക്കുമ്പോൾ നമുക്ക് പാരയായിട്ട് വരാം.
അങ്ങനെയുള്ള അനുചിതമായ പഴയ പോസ്റ്റുകൾ കാരണം നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ട എത്രയോ കഥകളുണ്ട്. പിന്നെ നമ്മൾ മനഃപൂർവ്വം ഷെയർ ചെയ്യുന്ന ആക്റ്റീവ് ഫുട്പ്രിന്റ്സ് മാത്രമല്ല പ്രശ്നം. നമ്മൾ അറിയാതെ നമ്മളെ ഫോളോ ചെയ്യുന്ന പാസീവ് ഫുട്പ്രിന്റ്സുമുണ്ട്. നമ്മുടെ IP അഡ്രസ്, ബ്രൗസിംഗ് ഹിസ്റ്ററി, ലൊക്കേഷൻ ഡേറ്റ, എന്തിന് നമ്മളൊരു പേജിൽ എത്ര നേരം നോക്കിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പോലും. ഇതൊക്കെ നമ്മൾ അറിയാതെ ശേഖരിക്കുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ പാസീവ് ഡേറ്റ കളക്ഷൻ നമ്മുടെ നിയന്ത്രണമില്ലായ്മ കൂട്ടുകയുള്ളൂ. അപ്പോൾ ഈ നിയന്ത്രണമില്ലായ്മ, മായ്ക്കാനാവാത്ത ഈ ഒരു സ്ഥിരത, ഡേറ്റ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത, ഇതൊക്കെ കാരണം ഡിജിറ്റൽ കാൽപ്പാടുകൾ അടിസ്ഥാനപരമായി ഒരു അപകടം തന്നെയാണ് ഒരുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു പക്ഷം. അപകടസാധ്യതകൾ ഉണ്ട് എന്ന കാര്യത്തില് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ ആ റിസ്കുകളെ നമ്മളിങ്ങനെ പെരുപ്പിച്ച് കാണുന്നതിന് പകരം അതിനെങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ പറഞ്ഞ ആ തൊഴിൽപരമായ നേട്ടങ്ങൾ തന്നെ നോക്കാം. ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇടപെട്ടാൽ നമുക്കൊരു നല്ല ഡിജിറ്റൽ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സ്കിൽസ്, അച്ചീവ്മെന്റ്സ്, താൽപ്പര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്താൽ അവസരങ്ങൾ കൂടും. അതേസമയം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഫേസ്ബുക്ക് പോലുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടിയും പ്രൈവസി സെറ്റിംഗ്സ് ശ്രദ്ധിക്കാം. ഇവിടെയാണ് ഈ നെറ്റിക്കറ്റ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം. അതായത് ഓൺലൈൻ പെരുമാറ്റ മര്യാദകൾ. എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നത്, ആരോടാണ് ഷെയർ ചെയ്യുന്നത് എന്നതിലൊക്കെ ഒരു ബോധം വേണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക, ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കാതിരിക്കുക, പേഴ്സണൽ ഇൻഫർമേഷൻ ഒരുപാട് ഷെയർ ചെയ്യാതിരിക്കുക, സ്ട്രോങ് പാസ്വേഡുകൾ ഉപയോഗിക്കുക, പ്രൈവസി സെറ്റിംഗ്സ് ഇടയ്ക്കിടെ നോക്കി ശരിയാക്കുക. ഇങ്ങനെയുള്ള കുറേ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ ഈ റിസ്കുകൾ കുറയ്ക്കാൻ പറ്റും. ഈയൊരു ഉത്തരവാദിത്തപരമായ അപ്രോച്ചുണ്ടെങ്കിൽ നെഗറ്റീവ് ഫുട്പ്രിന്റ്സ് ഉണ്ടാകുന്നത് കുറയ്ക്കാനും ഒരു പോസിറ്റീവ് പ്രൊഫൈൽ നിലനിർത്താനും പറ്റും. റിസ്ക് മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ പറ്റിയില്ലെങ്കിലും അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ശരിയാണ്. നിങ്ങളീ പറയുന്ന നെറ്റിക്കറ്റ്, പിന്നെ ഉത്തരവാദിത്വം, ഇതൊക്കെ വ്യക്തിപരമായി നോക്കുമ്പോൾ നല്ലതാണ്, അതിൽ തർക്കമില്ല. എന്നാൽ അത് പ്രശ്നത്തിന്റെ ഒരു പുറം ഭാഗം മാത്രമേ തൊടുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ആ പാസീവ് ഡേറ്റ ശേഖരണം, ആ ഒരു യാഥാർത്ഥ്യത്തെ ഇതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മളൊരു വെബ്സൈറ്റിൽ കയറുമ്പോൾ, ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാതെ കുക്കീസും ട്രാക്കറുകളുമൊക്കെ വെച്ച് അവർ ഡാറ്റ എടുക്കുന്നില്ലേ? അവിടെ വ്യക്തിക്ക് എന്ത് ഉത്തരവാദിത്വമാണ് പ്രായോഗികമായി ചെയ്യാനുള്ളത്? ഒരു പക്ഷേ ബ്രൗസർ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്താം. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവാണ്? ഈ ഡേറ്റ എടുക്കുന്ന കമ്പനികളുടെ രീതികളിൽ നമുക്കെന്ത് നിയന്ത്രണമാണുള്ളത്? പിന്നെ വേറൊരു വലിയ പ്രശ്നം ഈ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കലാണ്. അതായത് കോണ്ടെക്സ്റ്റ് കൊലാപ്സ്. ചിലപ്പോൾ നമ്മൾ വളരെ അടുത്ത് കുറച്ച് സുഹൃത്തുക്കൾ മാത്രമുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു തമാശ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒന്ന് റിയാക്ട് ചെയ്തതായിരിക്കും. അത് ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വേറൊരു പ്ലാറ്റ്ഫോമിൽ വേറൊരു കോണ്ടെക്സ്റ്റിൽ ഷെയർ ചെയ്താൽ അതിൻ്റെ അർത്ഥം മുഴുവനായിട്ട് മാറും. നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അതിന് കൊടുത്തേക്കാം. പ്രത്യേകിച്ച് ഈ സെൻസിറ്റീവായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെടാം. ചിലപ്പോൾ വലിയ ഓൺലൈൻ അറ്റാക്കുകൾക്ക് വരെ കാരണമാകാം. അവിടെ വ്യക്തി എത്ര ശ്രദ്ധ കാണിച്ചാലും മറ്റൊരാളുടെ പ്രവൃത്തി കാരണം നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വ്യക്തിഗത ശ്രദ്ധ മാത്രം മതിയോ ഈ പ്രശ്നങ്ങൾക്ക്? നിങ്ങളുടെ പറഞ്ഞ പാസീവ് ഡാറ്റ ശേഖരണത്തിന്റെ കാര്യവും ഈ കോണ്ടെക്സ്റ്റ് കൊളാപ്സിന്റെ പ്രശ്നവും, അത് രണ്ടും തള്ളിക്കളയാൻ പറ്റില്ല, അത് സത്യമാണ്. പക്ഷേ അവിടെയും വ്യക്തിപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പരിധിവരെയെങ്കിലും നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്, അവിടുത്തെ പ്രൈവസി പോളിസി എന്താണ് എന്നതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ വിവരങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയും വിവേചനവും കാണിക്കുക എന്നത് വളരെ പ്രധാനമാണ്. എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇത് പബ്ലിക്കായിട്ട് വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നൊരു നിമിഷം ആലോചിക്കുന്നത് നല്ലതല്ലേ? സ്വന്തം പ്രൈവസി നോക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണം. അനുമതിയില്ലാതെ മറ്റൊരാളുടെ ഫോട്ടോയോ സംഭാഷണമോ പേഴ്സണൽ വിവരങ്ങളോ ഷെയർ ചെയ്യാതിരിക്കുന്നത് ഈ പറയുന്ന നെറ്റിക്കറ്റിന്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനെയുള്ളൊരു റെസ്പോൺസിബിൾ അപ്രോച്ച് ഒരു പോസിറ്റീവ് ഡിജിറ്റൽ കൾച്ചർ ഉണ്ടാക്കാൻ സഹായിക്കും. ശരിയാണ്, ഇത് ഡേറ്റാ ശേഖരണത്തെ മുഴുവനായിട്ട് തടയില്ലായിരിക്കാം, പക്ഷേ അത് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു പരിധിവരെ കുറയ്ക്കാനിത് സഹായിക്കും. പൂർണ്ണമായ കൺട്രോൾ ഇല്ല എന്നത് സത്യം എന്ന് കരുതി നമുക്കുള്ള കൺട്രോളിന്റെ സാധ്യതകൾ ഉപയോഗിക്കാതിരിക്കുന്നതും ശരിയല്ലല്ലോ. വ്യക്തിഗത ഉത്തരവാദിത്തത്തിന്റെ പ്രാധാന്യം ഞാൻ കുറച്ചു കാണുന്നില്ല. പക്ഷെ പ്രശ്നത്തിന്റെ ശരിക്കുള്ള കാരണം സിസ്റ്റമിക് ആണ്, അതായത് വ്യവസ്ഥാപരമാണ് എന്നതാണ് എന്റെ പോയിന്റ്.
നിങ്ങൾ ഈ പറയുന്ന പ്രൈവസി പോളിസി വായിച്ചു നോക്കുക എന്നത്. പ്രായോഗികമായി എത്ര പേരത് ചെയ്യും? അതൊക്കെ സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകാത്ത ലീഗൽ ഭാഷയിലല്ലേ എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ ഡേറ്റാ ബ്രോക്കർമാർ എന്ന് പറയുന്ന കമ്പനികള്, അവര് പല സ്ഥലത്തു നിന്നും നമ്മുടെ ഡേറ്റ എടുത്ത് പ്രൊഫൈലുകളുണ്ടാക്കി പരസ്യം ചെയ്യുന്നവർക്കും മറ്റും വിൽക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രി തന്നെയുണ്ട്. വലിയ ഡേറ്റ ബ്രീച്ചുകൾ എപ്പോഴും സംഭവിക്കുന്നു. ഇവിടെയൊന്നും നമ്മുടെ വ്യക്തിഗത ശ്രദ്ധ കൊണ്ടും മാത്രം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എത്ര ശ്രദ്ധിച്ച് സോഷ്യൽ മീഡിയയിലെ പ്രൈവസി സെറ്റിംഗ്സ് മാറ്റിയാലും ആ പ്ലാറ്റ്ഫോം നടത്തുന്ന കമ്പനി നിങ്ങളുടെ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കുന്നു, ആർക്കൊക്കെ കൈമാറുന്നു എന്നതിൽ നിങ്ങൾക്ക് ശരിക്കുള്ള ഒരു കൺട്രോളും കിട്ടുന്നില്ല. പാസീവ് ഡേറ്റ ശേഖരണം ഈ പ്രശ്നത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. കാരണം നമ്മൾ ഒരു സർവീസ് ഉപയോഗിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ വിവരങ്ങൾ അവരെടുക്കുന്നു. അപ്പോൾ വ്യക്തിഗത ജാഗ്രത മാത്രം മതി എന്ന് പറയുന്നത് ഒരു വലിയ ഡാമിന്റെ വിള്ളൽ ഒരു ചെറിയ തുണി വെച്ച് അടയ്ക്കാൻ നോക്കുന്നത് പോലെയാണ്. യഥാർത്ഥ പ്രശ്നം ഈ ഡേറ്റ ശേഖരിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള നിയന്ത്രണമില്ലായ്മയും സുതാര്യതയില്ലായ്മയുമാണ്. ഡേറ്റാ ശേഖരണത്തിലെ സിസ്റ്റമിക് പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ ഡേറ്റാ ശേഖരണത്തിന്റെ ഒരു മറുവശം കൂടിയുണ്ട്, അതും കാണാതിരിക്കാൻ പറ്റില്ല. അതായത് അത് നമുക്ക് തരുന്ന സൗകര്യങ്ങൾ. നമ്മുടെ ഈ ഡിജിറ്റൽ കാൽപ്പാടുകളെ അനലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് പല ഓൺലൈൻ സർവീസുകളും നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പുതിയ വീഡിയോകൾ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ നമ്മൾ നോക്കുന്ന തരം സാധനങ്ങൾ നമ്മുടെ മുന്നിലെത്തിക്കുന്നത്, ന്യൂസ് ആപ്പുകൾ നമുക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ ലൈഫ് കുറച്ചുകൂടി എളുപ്പവും എഫിഷ്യന്റുമാക്കുന്നില്ലേ? ഈ കസ്റ്റമൈസേഷൻ ഇല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ഓവർലോഡിൽ നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാവില്ലേ? ഈ സൗകര്യങ്ങൾ തരുന്നത് നമ്മുടെ ഡിജിറ്റൽ ഫുട്പ്രിന്റ്സ് തന്നെയല്ലേ? ഇത് അടിസ്ഥാനപരമായി ഒരു തരം നിരന്തരമായ നിരീക്ഷണത്തിൽ, അതായത് സർവേലൻസിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ഓരോ ഓൺലൈൻ മൂവ്മെന്റും, ക്ലിക്കുകള്, സെർച്ചുകള്, ലൊക്കേഷൻ, എന്തിന് നമ്മൾ സ്ക്രീനിൽ എത്ര നേരം നോക്കിയിരുന്നെന്ന് പോലും ട്രാക്ക് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് സൗകര്യപ്രദമായ റെക്കമെൻഡേഷനും പരസ്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ സൗകര്യത്തിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? അത് നമ്മുടെ പ്രൈവസിയാണ്. ഒരു പരിധിവരെ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടിയാണ്. ഈ ഡാറ്റ എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. മാത്രമല്ല, ഈ ആൽഗറിതങ്ങൾ ചിലപ്പോൾ പക്ഷപാതപരമായി പ്രവർത്തിക്കാം. ചില അവസരങ്ങൾ നമുക്ക് കിട്ടാതെ പോവാൻ ഇത് കാരണമാകാം. ഉദാഹരണത്തിന്, നമ്മുടെ ഓൺലൈൻ ബിഹേവിയർ വെച്ചിട്ട് ചില ലോണുകൾ കിട്ടാതെ വരാം, അല്ലെങ്കിൽ ചില സാധനങ്ങൾക്ക് കൂടുതൽ വില കാണിക്കാം. ഇത് സൈബർ സ്പേസിലെ ഒരു കോണ്ടെക്സ്ച്വലി അപ്രോപ്രിയേറ്റ് എത്തിക്കൽ ബിഹേവിയറിന്റെ കുറവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ സൗകര്യത്തിനു വേണ്ടി പ്രൈവസി മുഴുവനായിട്ട് ബലി കൊടുക്കുന്നത് ശരിയാണോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഡിജിറ്റൽ ടാറ്റു എന്നൊരു ഐഡിയയിലേക്ക് ഒന്നുകൂടി വരാം. അതിന്റെ ആ ഒരു സ്ഥിരത, പെർമനൻസ്, അതൊരു യാഥാർത്ഥ്യമാണ്. പഴയ തെറ്റുകൾ മുഴുവനായിട്ടും മായ്ക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ പണ്ട് ചെയ്തൊരു തെറ്റിന്റെ പേരിൽ ഒരാളുടെ ഭാവിയെ മുഴുവനായിട്ട് നമ്മൾ എഴുതിത്തള്ളുന്നത് ശരിയാണോ? മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ പറ്റും, കാലം കഴിയുമ്പോൾ അവർ മാറും. അപ്പോൾ ഇപ്പോഴും ഭാവിയിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവായ നല്ല കാര്യങ്ങൾ ഓൺലൈനിൽ ചെയ്താൽ ആ പഴയ നെഗറ്റീവ് ഫുട്പ്രിന്റ്സിന്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അറിവ്, കഴിവുകൾ, നല്ല കാര്യങ്ങൾ അതൊക്കെ സ്ഥിരമായിട്ട് ഷെയർ ചെയ്താൽ നമ്മുടെ ഡിജിറ്റൽ ഐഡന്റിറ്റിയെ ഒന്ന് പുതുക്കി പണിയാൻ നമുക്ക് ശ്രമിക്കാം. ഒരുപക്ഷേ ആ പഴയ ടാറ്റു മുഴുവനായിട്ട് മായ്ക്കാൻ പറ്റിയില്ലെങ്കിലും പുതിയതും നല്ലതുമായ ടാറ്റുകൾ കൊണ്ട് അതിനെ ഒരു പരിധിവരെ മറികടക്കാനും നമ്മുടെ ഇപ്പോഴത്തെ വ്യക്തിത്വത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാനും പറ്റും. കാലക്രമേണ നമ്മുടെ പോസിറ്റീവ് കാൽപ്പാടുകൾ നെഗറ്റീവ് ആയതിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങും വിസിബിളുമാകും. കേൾക്കാൻ നല്ലൊരു ശുഭാപ്തി വിശ്വാസമാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ ടാറ്റൂവിന്റെ ഒരു പവർ അതിന് അത്ര സിമ്പിളായിട്ട് കാണാൻ പറ്റില്ല. നിങ്ങൾ എത്രയൊക്കെ പുതിയ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്താലും പഴയ ആ ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ ചിലപ്പോൾ സെർച്ച് എഞ്ചിനിലോ ഏതെങ്കിലും ഡാറ്റാബേസിലോ ഒക്കെ കാണും. അത് റിമൂവ് ചെയ്യുന്നത് മിക്കപ്പോഴും നമ്മുടെ കഴിവിൽ നിൽക്കുന്ന കാര്യമല്ല. ചിലപ്പോൾ നിയമപരമായിട്ടൊക്കെ പോയേണ്ടി വരും. അതും എപ്പോഴും നടക്കണം എന്നില്ല.
ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കമ്മിറ്റി ഗൂഗിളിൽ നിങ്ങളുടെ പേരൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് വർഷങ്ങൾക്ക് മുൻപത്തെ ആ ഒരു കോൺട്രവേഴ്ഷ്യൽ പോസ്റ്റാണെങ്കിലോ, നിങ്ങൾ അതിനുശേഷം എത്ര മാറിയിട്ടുണ്ടെങ്കിലും എത്ര പോസിറ്റീവ് ബ്രാൻഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരൊറ്റ കാര്യം മതി നിങ്ങളുടെ അവസരം ഇല്ലാതാക്കാൻ. ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനം അത് വർഷങ്ങൾക്ക് ശേഷവും നമ്മളെ വേട്ടയാടാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് ഈ ഡിജിറ്റൽ ഫുട്പ്രിന്റ്സിന്റെ ഏറ്റവും വലിയൊരു അപകടം. ഈ സ്ഥിരതയും അത് എപ്പോ വേണമെങ്കിലും വീണ്ടും പൊങ്ങിവരാം എന്നുള്ള ആ ഒരു പ്രവചിക്കാൻ പറ്റാത്ത സ്വഭാവവും അതിനെ കൂടുതൽ അപകടകരമാക്കുന്നു. പോസിറ്റീവ് ബ്രാൻഡിംഗ് കൊണ്ട് അതിനെ മുഴുവനായിട്ട് മറികടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈയൊരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എന്റെ നിലപാടൊന്നുകൂടി പറയാം. ഡിജിറ്റൽ കാൽപ്പാടുകൾ ഇന്നത്തെ കാലത്തൊരു യാഥാർത്ഥ്യമാണ്. അതിലെ റിസ്കുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനെ പേടിച്ച് മാറി നിൽക്കുന്നതിന് പകരം കുറച്ചുകൂടി ബോധത്തോടെ ഉത്തരവാദിത്വത്തോടെ അതിനെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. ശ്രദ്ധിച്ചിടപെടുക, നല്ല ഓൺലൈൻ മര്യാദകൾ പാലിക്കുക, പ്രൈവസിയെക്കുറിച്ച് ഒരു ശ്രദ്ധയുണ്ടാവുക. ഇതിലൂടെയൊക്കെ നമുക്കൊരു പോസിറ്റീവ് ഡിജിറ്റൽ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനും അത് തരുന്ന വ്യക്തിപരവും തൊഴിൽപരവുമായ അവസരങ്ങൾ ഉപയോഗിക്കാനും പറ്റും. അതുകൊണ്ട് അപകടസാധ്യതകളേക്കാൾ അവസരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് എന്റെ പക്ഷം. ശരി, എന്റെ ഭാഗത്തു നിന്നുള്ളൊരു കൺക്ലൂഷൻ എങ്ങനെയാണ്? അവസരങ്ങളുണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ ഈ ഡിജിറ്റൽ കാൽപ്പാടുകളുടെ കാര്യത്തിൽ റിസ്കുകൾ വളരെ വലുതാണ്. പലപ്പോഴും അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഡേറ്റയിലുള്ള നിയന്ത്രണമില്ലായ്മ, പ്രൈവസി നഷ്ടപ്പെടാനുള്ള സാധ്യത, ഒരിക്കൽ വന്നാൽ മായാതെ കിടക്കുമെന്നുള്ളത്. അതിന്റെ ലോങ് ടേം പ്രത്യാഘാതങ്ങൾ, പാസീവ് ഡേറ്റ ശേഖരണം, കോണ്ടെക്സ്റ്റ് കൊലാപ്സ് പോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിനെ വളരെ ഗൗരവമുള്ള ഒന്നാക്കുന്നു. അതുകൊണ്ട് അവസരങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ ഈ അപകടങ്ങളെക്കുറിച്ച് നല്ല ശ്രദ്ധ വേണം. ഡിജിറ്റൽ ലോകത്തിടപഴകുമ്പോൾ കൂടുതൽ സൂക്ഷിക്കുകയും വിവേകം കാണിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ സൗകര്യങ്ങൾക്ക് പിന്നിൽ നമ്മൾ കൊടുക്കുന്ന വിലയെക്കുറിച്ച് എപ്പോഴും ഒരു ഓർമ്മ വേണം. തീർച്ചയായും ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പല ഭാഗങ്ങളും ഇതിനുണ്ട്. ഡിജിറ്റൽ കാൽപ്പാടുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും ഇനിയും തുടരേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പല കാഴ്ചപ്പാടുകളുണ്ടെന്നും ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നും മനസ്സിലാക്കാൻ ഇന്നത്തെയൊരു സംവാദം സഹായിച്ചുവെന്ന് കരുതുന്നു. എന്തായാലും ഈ ഡിജിറ്റൽ ലോകത്തെക്കുറിച്ചും അതിൽ നമ്മുടെ റോളിനെക്കുറിച്ചും ഇനിയും ഒരുപാട് ആഴത്തിൽ ചിന്തിക്കാനും പഠിക്കാനുമുണ്ട്.